നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെയാണ്? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. 25 പേരുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ goal.com തയ്യാറാക്കിയിട്ടുണ്ട്. 2024 അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഇതുവരെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 25 പേര് ആരൊക്കെയാണ്? 25ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് KDBയെ ആണ്. കെവിൻ ഡി ബ്രോയിനെ ബെൽജിയത്തിന് വേണ്ടിയിട്ടും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒക്കെ താരമാണ്. അദ്ദേഹത്തിന് 21ാം നൂറ്റാണ്ടിലെ മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ 25ാം സ്ഥാനം കൊടുക്കുമ്പോൾ 24ാം സ്ഥാനത്ത് വെയിൻ റൂണിയാണ്. 2000-ന് ശേഷം കളിച്ചിട്ടുള്ള താരങ്ങളൊക്കെ ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ വരുമല്ലോ. സോ 16 വയസ്സുള്ള സമയത്ത് റൂണി മിന്നും പ്രകടനം കാണിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മുതൽ അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്കറിയാം. 30 മത്സരങ്ങളുടെ അൺബീറ്റൺ റണ്ണ് ആഴ്സണൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് എവേർട്ടന് വേണ്ടി ഗോഡിസൺ പാർക്കിൽ 2022 ഒക്ടോബർ 19 മിന്നും പ്രകടനം അവൻ നടത്തിയത്. അവിടെ നിന്ന് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയതും പ്രീമിയർ ലീഗിൽ ഗോളടിച്ചു കൂട്ടി അത്ഭുതങ്ങൾ കാണിച്ചതുമൊക്കെ എല്ലാവർക്കും അറിയാം. ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും അവൻ നിറഞ്ഞാടി. ആ വെയിൻ റൂണി 24ാം സ്ഥാനത്ത് വരുമ്പോൾ 23ാം സ്ഥാനത്ത് കക്കയാണ്. കാർലോ അഞ്ചലോട്ടി കക്കയെ മിനുക്കിയെടുത്ത് നമുക്കറിയാം. എന്തായാലും മിന്നും പ്രകടനമാണ് ബ്രസീലിയൻ താരം പിന്നീട് നടത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ 2002 വേൾഡ് കപ്പിൽ അവൻ മുത്തമിട്ടിരുന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ചാമ്പ്യൻസ് ലീഗിലടക്കം മിന്നും പ്രകടനം നടത്തിയ താരം AC മിലാനു വേണ്ടി അത്ഭുത പ്രകടനങ്ങൾ പുറത്തെടുത്തു. പിന്നെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. ഏതായാലും കക്കയാണ് 23ാം സ്ഥാനത്ത്. 22ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ. ചെറിയ പ്രായത്തിലെ വേൾഡ് കപ്പിൽ അവൻ മുത്തമിടുന്നത് 2018 നമ്മൾ കണ്ടു. 2022 വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവൻ കൂടുതൽ മികച്ച പ്രകടനം നടത്തി ഫൈനലിലടക്കം ഹാട്രിക്ക് നേടി മിന്നിക്കത്തി. ആ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായിട്ട് മാറി. PSG വേണ്ടി മിന്നും പ്രകടനം നടത്തി. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ എംബാപ്പെ കൂടുതൽ ഉയരങ്ങൾ താണ്ടുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത്. എംബാപ്പെ മനം കവർന്നവൻ 22ാം സ്ഥാനത്ത്. 21ാം സ്ഥാനത്ത് പൗലോ മാൽഡീനിയാണ്. ഇറ്റാലിയൻ ഡിഫൻസിലെ ശക്തി ദുർഗമായിരുന്ന പൗലോ മാൽഡീനി. അദ്ദേഹം 21ാം സ്ഥാനത്ത് വരുമ്പോൾ 20ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെയും സ്പെയിനിൻ്റെയും ഒക്കെ വലകാത്ത ഐഗർ കസിയസ് വരുന്നു. ഇതിഹാസ താരം ഐഗർ കസിയസ് 20ാം സ്ഥാനത്ത് വരുമ്പോൾ 19ാം സ്ഥാനത്ത് കരീം ബെൻസീമയാണ്. ബെൻസീമ നമുക്കറിയാം ഫ്രഞ്ച് ടീമിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. അതിലുപരി റയൽ മാഡ്രിഡിൽ തൻ്റെ സമയം വരെ കാത്തിരുന്നിട്ട് പിന്നീട് അങ്ങോട്ട് മിന്നിക്കത്തി കളിച്ചിട്ട് കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ബാലൻഡിയോർ വരെ സ്വന്തമാക്കിയ ആളാണ് അദ്ദേഹം. 19ാം സ്ഥാനത്ത് വരുമ്പോൾ 18ാം സ്ഥാനത്ത് സാമുവൽ ഏറ്റു. ബാഴ്സലോണയിൽ അടക്കം മിന്നിക്കത്തി കളിച്ചിട്ടുള്ള സാമുവൽ ഏറ്റു 18ാം സ്ഥാനത്ത് വരുമ്പോൾ 17ാം സ്ഥാനത്ത് ഫ്രാഞ്ചെസ്കോ ടോട്ടിയാണ്. ഇറ്റാലിയൻ ഇതിഹാസം ഫ്രാഞ്ചെസ്കോ ടോട്ടി 17ാം സ്ഥാനത്ത് വരുമ്പോൾ 16ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന് വേണ്ടി മിന്നിക്കത്തി കളിച്ച താരം, ജർമ്മനിയുടെ താരം, ഇപ്പോൾ പോയ സീസണിൽ വിരമിച്ച താരം ടോണി ക്രൂസ് ആണെങ്കിൽ 15ാം സ്ഥാനത്ത് ആൻഡ്രിയ പിർലോയാണ്. ഇറ്റാലിയൻ മജീഷ്യൻ. മധ്യനിരയിൽ വിസ്മയ ചുവടുകൾ നടത്തിയ മിന്നും സെറ്റ് പീസുകൾ നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ച ആൻഡ്രിയ പിർലോ എന്ന മാന്ത്രികൻ 15ാം സ്ഥാനത്ത് വരുമ്പോൾ 14ാം സ്ഥാനത്ത് ജർമ്മനിയുടെ വലകാത്ത, ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അദ്ദേഹം വിരമിച്ചു, ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചു ശരിയാണ്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ബയൺ മ്യൂണിക്കിനായിട്ട് കളി തുടരുന്നു. പരിക്ക് അദ്ദേഹത്തെ വലക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് കാണിച്ചിട്ടുള്ള മികവാർക്കും മറക്കാൻ കഴിയില്ല. 14ാം സ്ഥാനത്ത് മാനുവൽ ന്യൂയർ ആണെങ്കിൽ 13ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി, ബയൺ മ്യൂണിക്കിൽ ഗോളടി മേളം നടത്തിയവൻ, ഇപ്പോൾ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി അതുപോലെ കളി തുടരുന്നവൻ റോബർട്ട് ലെവൻഡോസ്കി എന്ന പോളിഷ് താരം 13ാം സ്ഥാനത്ത് വരുമ്പോൾ 12ാം സ്ഥാനത്ത് ലൂയി സുവാരസ്. ലിവർപൂളിൽ മിന്നും പ്രകടനം. അത് കഴിഞ്ഞിട്ട് FC ബാഴ്സലോണയിൽ മികച്ച പ്രകടനം. അവിടെ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയിട്ട് അവരെയും കിരീടം ചൂടിച്ച അതേ ലൂയി സുവാരസ് 12ാം സ്ഥാനത്ത് വരുമ്പോൾ 11ാം സ്ഥാനത്ത് ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറിയാണ്. ആഴ്സണലിൽ അദ്ദേഹം നടത്തിയ മാജിക്. പിന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചത്, ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത്, മറക്കാനാവില്ലല്ലോ ഹെൻറിയുടെ പ്രകടനം. തിയറി ഹെൻറി 11ാം സ്ഥാനത്ത് വരുമ്പോൾ 10ാം സ്ഥാനത്ത് സെർജിയോ റാമോസ് ആണ്. റയൽ മാഡ്രിഡിൻ്റെ, സ്പെയിനിൻ്റെ
ഡിഫൻസ് ശക്തമായിട്ട് കാത്ത താരം. പിന്നീട് കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ PSG മെസ്സിക്കൊപ്പമൊക്കെ കളിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാലത്ത് ലിയോ മെസ്സിയെ കളിക്കളത്തിൽ തടയാൻ വീറും വാശിയും അതിൻ്റെ അങ്ങേ തലക്കൽ പുറത്തെടുത്ത താരം പിന്നീട് മെസ്സിയുടെ അടുത്ത സുഹൃത്താകുന്ന സുന്ദരമായ കാഴ്ചയും ഫുട്ബോൾ നമുക്ക് കാട്ടിത്തന്നു. ഈ നൂറ്റാണ്ടിൽ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് സെർജിയോ റാമോസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 10ാം സ്ഥാനത്ത് സെർജിയോ റാമോസ് വരുമ്പോൾ 9ാം സ്ഥാനത്ത് ജിയാൻലൂഗി ബഫൺ ഗോൾ കീപ്പിങ്ങിനെ മറ്റൊരു കലയാക്കി മാറ്റിയവൻ, ഇതിഹാസ താരം, നീണ്ടകാലം കളിക്കളത്തിൽ നിന്നു. അദ്ദേഹം 9ാം സ്ഥാനത്ത് വരുമ്പോൾ 8ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ സൂപ്പർ താരമായിരുന്ന സെർജിയോ ബുസ്കറ്റ്സ് ആണെങ്കിൽ 7ാം സ്ഥാനത്ത് ലൂക്ക മോഡ്രിച്ച്. ഇപ്പോഴും അദ്ദേഹം തൻ്റെ കളി തുടരുകയാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഇനിയിപ്പോൾ അധികം നാളുകൾ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ഇപ്പോഴും ഫോമിൽ തന്നെയാണ് ലൂക്ക മോഡ്രിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് ബ്രസീലിയൻ മാന്ത്രികൻ റൊണാൾഡീഞ്ഞോ ബ്രസീലിയൻ ടീമിനോടൊപ്പം 2002 നേടിയ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇംഗ്ലണ്ടിൻ്റെ വലയിലേക്ക് ആ കരിയിലക്കി കടിച്ചിട്ടത്. ഇംഗ്ലണ്ടിനെതിരെ അന്ന് ബ്രസീലിൻ്റെ ആദ്യ ഗോൾ റിവാൾഡ് നേടുമ്പോൾ മൈതാന മധ്യം മുഴുവൻ ഓടിക്കയറി അതിമനോഹരമായിട്ട് ആ ഗോളിന് വഴിയൊരുക്കിയ റൊണാൾഡീഞ്ഞോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുന്ന രൂപത്തിലേക്ക് മാറി. പാരീസ് സെന്റ് ജർമ്മനിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് മാറിയപ്പോഴാണ് ആ മാന്ത്രിക ചുവടുകൾ അതിൻ്റെ പാരമ്യതയിൽ നമ്മൾ കണ്ടത്. ഏതായാലും പിന്നീട് AC മിലാനിലേക്കും മറ്റുമൊക്കെ മാറിയ താരം ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 5ാം സ്ഥാനത്ത് സിനദിൻ സിദാൻ യുവൻഡസിൽ കളിച്ചിരുന്ന കാലം, അത് കഴിഞ്ഞ് റയലിലേക്ക് വന്നിട്ട് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ആ വോളി തൊടുത്തത് നിങ്ങൾ മറക്കുമോ? അതിനു മുമ്പ് 98 ബ്രസീലിൻ്റെ വലയിലേക്ക് അദ്ദേഹം 2 ഗോൾ അടിച്ചിട്ടിട്ടുണ്ട് ഫൈനൽ മത്സരം. അത് പക്ഷേ 21ാം നൂറ്റാണ്ടല്ല എങ്കിൽ പോലും അതും നമ്മൾ പറയാതെ പോകാൻ കഴിയില്ലല്ലോ. എന്നിട്ട് പിന്നെ 2006 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒറ്റക്കാണ് വിരമിച്ച സിദാൻ തിരികെ വന്നിട്ട് ഏതാണ്ട് ഒറ്റക്കാണ് ഫ്രാൻസിനെ ഫൈനലിലേക്ക് കൊണ്ടുപോയത്. വേൾഡ് കപ്പിൽ മറ്റരാസിയുടെ ആ ചതിയൻ പ്രയോഗത്തിൽ അദ്ദേഹം വീണുപോയി എന്നുള്ളത് ശരിയാണ്, എങ്കിൽ പോലും മറക്കാനാവതല്ല സിദാൻ കാണിച്ച മാന്ത്രിക നിമിഷങ്ങൾ. 4ാം സ്ഥാനത്ത് ആൻഡ്രസ് ഇനിയേസ്റ്റയാണ്. FC ബാഴ്സലോണയുടെയും അതുപോലെ സ്പെയിനിൻ്റെയും ഒക്കെ മധ്യനിരയിലെ മിന്നും സാന്നിധ്യമായിരുന്ന ആൻഡ്രേ ഇനിയേസ്റ്റ. 3ാം സ്ഥാനത്ത് ചാവി ഹെർണാണ്ടസ് ആണ്. അതുപോലെ ഇനിയേസ്റ്റയും ചാവിയും നമ്മൾ ഒരുമിച്ച് പറയേണ്ട പേരുകളാണ്. അങ്ങനെ തന്നെയാണ് goal.com അവർക്ക് ഇപ്പോൾ 21ാം നൂറ്റാണ്ടിലെ മികച്ച താരങ്ങളെന്ന ലിസ്റ്റിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ചാവി 3ാം സ്ഥാനത്ത് വരുമ്പോൾ 2ാം സ്ഥാനത്ത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ഫുട്ബോളിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയവൻ, റയൽ മാഡ്രിഡിൽ അത്ഭുതങ്ങൾ കാണിച്ചവൻ, ലോകത്ത് താൻ പോകുന്ന ഓരോ മണ്ണും ഒരുപോലെയാണ് തനിക്കെന്ന് കാണിച്ച് ഗോളടിച്ച് കൂട്ടുന്നവൻ, ഇന്നും ഒരു പിടി യുവതാരങ്ങളുടെ മോട്ടിവേഷനായി മാറിയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ. പന്ത് തട്ടുന്ന ഏതൊരു കുഞ്ഞും തൻ്റെ മാതൃകയായി കാണേണ്ടവൻ, അത്രയും പ്രൊഫഷണലിസത്തിൻ്റെ അവസാന വാക്ക് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലിസ്റ്റിൽ 2ാമത് വരുമ്പോൾ 1ാമത് സാക്ഷാൽ ലിയോ മെസ്സിയാണ്. ഇനി ഫുട്ബോൾ ലോകത്ത് എന്താണ് മെസ്സിക്ക് നേടാൻ ബാക്കിയുള്ളത്? ഒന്നുമില്ലെന്നേ. ഇത്രയധികം തവണ ബാലൻഡിയോർ നേടിയ മറ്റാരുണ്ട്? ഇത്രയധികം തവണ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുള്ള മറ്റാരുണ്ട്? അങ്ങനെ ക്ലബ് ഫുട്ബോളിൽ നേടേണ്ടതെല്ലാം നേടുമ്പോഴും വേൾഡ് കപ്പില്ല, ദേശീയ ടീമിനോടൊപ്പം ഒന്നുമില്ല എന്നുള്ള അപവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതൊക്കെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം അങ്ങ് മാറ്റിക്കുറിച്ചില്ലേ? 2 തവണ കോപ്പ അമേരിക്കയിലും 1 തവണ വേൾഡ് കപ്പിലും മുത്തമിട്ടതോടുകൂടി മെസ്സിയുടെ കരിയർ സാർത്ഥകമായി കഴിഞ്ഞു. സോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ പെലെയോടൊപ്പം മറഡോണയോടൊപ്പം ഡി സ്റ്റെഫാനോയോടൊപ്പമൊക്കെ ആളുകൾ ചേർത്ത് വെക്കുന്ന പേരാണ് മെസ്സിയുടേത്. ഒരു സംശയവും വേണ്ട. 21ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച താരം സാക്ഷാൽ ലിയോ മെസ്സിയാണ്. അതുതന്നെയാണ് goal.com ലിസ്റ്റിലുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.